തൊല്ലത്ത് റോയൽ കസ്റ്റമേഴ്സ് കാവന്നൂർ. ഇന്ന് നമ്മളെ ചെയ്യാൻ പോകുന്നൊരു 500 ആണ് കേട്ടോ. BS4 500 ആണ്. കുറച്ച് ആളുകൾ ഒരു ചോദിച്ചിട്ടുള്ള സംഖ്യയാണ് BS4 500 റൈഡ് ചെയ്തിട്ട് റിവ്യൂ എടുക്കാൻ വേണ്ടിയിട്ട്. ABS വരുന്ന BS4 500 ആണ് വേണ്ടിയത്. നോക്കുക, 500 cc ആണ്. ഇതിന് ഡെൻസോണിൻ്റെ സെൽഫ് മോട്ടറാണ് വരുന്നത്. സെൽഫ് മോട്ടർ കുറച്ച് എക്സ്പെൻസീവ് ആണ് കേട്ടോ. എന്നാലും നല്ല ലാസ്റ്റിംഗ് സാധനമാണ്. കംപ്ലയിൻസ് വളരെ കുറവാണ്. എന്നാലും കംപ്ലയിൻസ് ആയിക്കഴിഞ്ഞാൽ നല്ലൊരു ചിലവ് വരുന്നത്. മറ്റേ മോട്ടറിൻ്റെ ഒരു 4 ഇരട്ടി വില വരുന്ന ഒരു മോട്ടറാണ് 500 വരുന്നത്. നമുക്കൊന്ന് റൈഡ് ചെയ്ത് നോക്കാം. ഇത് ക്ലച്ച് ഡിസ്ക് പോയ വണ്ടിയാണ്. പക്ഷെ എന്നാലും മഴ ഇല്ലാത്ത സമയം നോക്കി എടുക്കുന്നുള്ളൂ. അപ്പോൾ കറക്റ്റ് പ്രോപ്പർ ടോർക്ക് കിട്ടിക്കോളണമെന്നില്ല കേട്ടോ. അപ്പം ഇതന്നെ 10.4 10.5 ക്രാങ്ക് വെയിറ്റ് വരുന്ന വണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ലോ ആൻഡ് ടോർക്കാണ് വണ്ടിക്ക് കേട്ടോ. അതായത് സ്ലോ സ്പീഡിൽ പോകാൻ പറ്റും, ഹൈ സ്പീഡിലും പോകാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ്. പിന്നെ മൈലേജ് കൺസിഡർ ചെയ്യാത്ത ആളുകൾക്ക് ഏറ്റവും നല്ല ചോയ്സാണ്. അപ്പോൾ 660 ഒക്കെ ഇപ്പോഴത്തെ വണ്ടികൾ 650 നല്ല ലക്ഷങ്ങൾ വില കൊടുക്കണമല്ലോ. അപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു റോയൽ എൻഫീൽഡ് നല്ലൊരു പവർഫുൾ വണ്ടിയാണ്. അത്യാവശ്യം വേണ്ട പവർ ഈ ഒരു വണ്ടിക്ക് ഉണ്ട് എന്നുള്ളതാണ്. ഓവർടേക്ക് ചെയ്ത് പോകാനാണെങ്കിലും നോക്കുക, പെട്ടെന്ന് എടുത്ത് കയറി പോകാനും നല്ല സ്മൂത്തുമാണ്. അതായത് ഈ ഒരു വണ്ടി ആരെങ്കിലും കാർബറേറ്ററിലേക്ക് മാറ്റി കൺവേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വണ്ടി ഒഴിവാക്കുക കേട്ടോ. കാരണം ഇത്രയും സ്മൂത്ത് പെർഫോമൻസ്, എപ്പോഴും സ്മൂത്തായിട്ടുള്ള പെർഫോമൻസ് ഇഞ്ചക്ടറിൽ മാത്രമേ കിട്ടുള്ളൂ. അത് കുറേ ആളുകൾ അതിൻ്റെ കംപ്ലയിൻസ് ഷൂട്ട് ഔട്ട് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ കംപ്ലീറ്റ് അങ്ങ് നമുക്ക് കാർബറേറ്ററിലേക്ക് മാറ്റിക്കളയാന്നുള്ളത്. അതായത് അറിയാത്ത പണിയാണെങ്കിൽ അറിയുന്ന പണി എടുക്കാമെന്നുള്ള സംസാരമാണ് ചുരുക്കി പറഞ്ഞാൽ അതിന് ചുരുക്കം. അപ്പോൾ അറിയാത്ത പണി ഒക്കെ എടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് അറിയുന്ന പണി കാർബറേറ്ററാണ്, അതിലേക്ക് മാറ്റിക്കളയാന്നുള്ള കസ്റ്റമൈസിനെ അതിലേക്ക് കൊണ്ടുപോവുക. കാരണം ഇതിൻ്റെ ജെന്യൂനായിട്ടുള്ള പാർട്സ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല ലാസ്റ്റ് ചെയ്യുന്ന സാധനങ്ങളാണ്. പിന്നെ രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് ഫ്യൂൽ പമ്പ് കംപ്ലയിൻ്റ് ആവാനുള്ള മെയിൻ കാരണം ലോ ഫ്യൂവലിൽ വണ്ടി ഡ്രൈവ് ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ. അത് നിങ്ങൾ പ്രത്യേകിച്ച് മനസ്സിലാക്കുക. ഒരു മിനിമം 2 ലിറ്റർ പെട്രോളെങ്കിലും നമുക്ക് ഇതിൽ റിസർവിൽ എപ്പോഴും വേണം. അപ്പോൾ ഈ റിസർവ് ലൈറ്റ് കത്തിക്കഴിഞ്ഞാൽ ഉടനെ പെട്രോൾ അടിക്കുക, ഓടുക. ഈ യെല്ലോ ലൈറ്റ് കത്തിയിട്ട് അധികം ഓടരുത്. കാരണം പമ്പിൻ്റെ കൂളിംഗ് എന്ന് പറയുന്നത് പെട്രോളാണ്. ആ പെട്രോൾ ഇല്ലാത്ത സമയത്ത്, പെട്രോൾ കുറഞ്ഞ സമയത്ത് പമ്പ് സ്ട്രെയിൻ ചെയ്ത് വർക്ക് ചെയ്യും, പമ്പ് ഹീറ്റാവും, പമ്പ് കംപ്ലയിൻ്റ് ആവും, പമ്പിൻ്റെ പ്രഷർ കുറയും. അപ്പോൾ ഇങ്ങനെയാണ് കൂടുതലായിട്ടും ആളുകൾ ഈ ഒരു 500 cc കാർബറേറ്ററിൽ കൺവേർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം ഈ 500 cc കാർബറേറ്റർ വണ്ടി വെച്ച് ആ വണ്ടിയും അതേമാതിരി ഫ്യൂൽ ഇഞ്ചക്ടർ വണ്ടികളും ജസ്റ്റ് ഒന്ന് ഡ്രൈവ് ചെയ്തു നോക്കുക. അതിൻ്റെ സ്മൂത്ത്നെസ്സും പെർഫോമൻസിൻ്റെ ഡിഫറൻസും മനസ്സിലാവണമെങ്കിൽ. അപ്പോൾ അങ്ങനെയുള്ള വണ്ടികൾ ഒഴിവാക്കുക. പക്ഷേ അടിപൊളി വണ്ടി തന്നെയാണ്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറഞ്ഞല്ലോ, അത്യാവശ്യം ഇപ്പോഴത്തെ വണ്ടീൻ്റെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ 500 വണ്ടി മൈലേജ് ഒരു 20-25 30 ഒക്കെ മാക്സിമം പ്രതീക്ഷിക്കാവുന്നതാണ്. നല്ല ടെറൈനൊക്കെ ആണെങ്കിൽ 30 ഒക്കെ നമുക്ക് ഹൈവേയിലൊക്കെ 30 ഒക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. എന്നാൽ ഇതിൻ്റെ പെർഫോമൻസും ലോ ആൻഡ് ടോർക്കും സ്റ്റാൻഡേർഡിൻ്റെ അതേമാതിരി ലോ ആൻഡ് ടോർക്കിൽ ഓടുന്ന വണ്ടിയാണ്. അതതിൻ്റെ പ്രത്യേകത. ക്ലാസിക്കിൽ സ്റ്റാൻഡേർഡിൻ്റെ അതേമാതിരിയുള്ള ലോ ആൻഡ് ടോർക്ക് എടുത്തിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ ഇതിൻ്റെ എക്സ്പെൻസീവായുള്ള പാർട്സ് എന്ന് പറഞ്ഞാൽ സിലിണ്ടർ കിറ്റ് കുറച്ച് എക്സ്പെൻസീവാണ്. അതുമാതിരി തന്നെ ഫ്യൂൽ ഇഞ്ചക്ടർ, ത്രോട്ടിൽ ബോഡി, ECM ഒക്കെ നല്ല ക്വാളിറ്റിയിൽ ECM ആണ് കൊടുത്തേക്കുന്നതാണ്. BS6 വണ്ടീൻ്റെ മാതിരി ഒന്നല്ല, അത്യാവശ്യം നല്ല ക്വാളിറ്റി ECM ആണ്. 500 ECM പോലെ വളരെ റെയറാണ്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഇതുവരെ പോയിട്ടില്ല കേട്ടോ. ഇപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നമ്മളെ എക്സ്പീരിയൻസ് അല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് വളരെ റെയറാന്ന് പറയാനുള്ള കാരണം. പിന്നെ അതുമാതിരി ത്രോട്ടിൽ ബോഡിയും കംപ്ലയിൻസ് ആയാലും വളരെ കുറവാണ്. വളരെ റെയറാണ് ത്രോട്ടിൽ ബോഡി കംപ്ലയിൻസ് ആയാൽ. കാരണം ആ ഒരു സമയത്ത് റോയൽ എൻഫീൽഡ് നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് ആണ് നമ്മുടെ എൻഫീൽഡ് ഇംപ്ലിമെൻറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിൽ ടെൻഷനൊന്നും വേണ്ട. അതേമാതിരി ഡെൻസോൻ്റെ സെൽഫ് മോട്ടറാണ് കൊടുത്തേക്കുന്നത്.
അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യത്തിലും ടെൻഷൻ വേണ്ട. അപ്പം കംപ്ലയിൻസ് മെയിൻ്റനൻസ് ഫ്രീ ആണെന്ന് ചോദിച്ചാൽ വണ്ടി അറിഞ്ഞുകൊണ്ട് ഓടിക്കുക. നമ്മൾ ഉപയോഗിക്കുന്ന വണ്ടി 500 ആണ്. അതിന് ഇന്ന പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് ഓടിച്ചാൽ ഇതിനൊരു പ്രശ്നമില്ല. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഫ്യൂവലാണ് ഇതിൻ്റെ മെയിൻ പ്രശ്നം. ലോ ഫ്യൂവൽ 50 രൂപ 100 രൂപയ്ക്ക് പെട്രോൾ അടിച്ച് ഓടുന്ന ആളുകൾ ഒരിക്കലും 500ലേക്ക് പോകരുത്. നിങ്ങളെപ്പോഴും ഒരു 300 രൂപേൻ്റെ പെട്രോൾ റിസർവിലായിട്ട് അതിൻ്റെ മുകളിലേക്ക് 50 രൂപ അടിച്ച് ഓടിക്കോളൂ. 50 100 അടുത്ത് അടിച്ച് ഓടിക്കോളൂ. കാരണം ആ 100 ഓടാവും, പിന്നെ 300 അടുത്ത് ഓടരുത്. അപ്പോൾ ഈ ഫ്യൂവലിൻ്റെ പ്രശ്നം കംപ്ലയിൻസ് വരും. അപ്പോൾ ഈ ഫ്യൂവലിൻ്റെ കംപ്ലയിൻസ് ഒരു വണ്ടിക്ക് മിസ്സിങ് വരും. ഈ മിസ്സിങ് വരുന്ന സമയത്ത് കറക്റ്റ് പ്രഷർ ചെക്ക് ചെയ്തിട്ട് എന്താണ് കംപ്ലയിൻസ് തിരിച്ചറിയാൻ കഴിയാത്ത വർക്ക്ഷോപ്പിലാണ് നിങ്ങൾ വണ്ടി കയറ്റുന്നതെങ്കിൽ നിങ്ങളെ വണ്ടീൻ്റെ സകല സാധനം മാറ്റേണ്ടി വരും. അതാണ് ഇതിരേണ്ട അനുഭവം. അതുകൊണ്ട് മഴ പെയ്തു കേട്ടോ. അപ്പോൾ 500ൻ്റെ ഈ ഒരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. നല്ല അടിപൊളി വണ്ടിയാണ്. ഇപ്പോൾ യാതൊരു ടെൻഷനും ഉണ്ട കാര്യമല്ല. വർക്ക് അറിയുന്നിടത്ത് വണ്ടി കയറ്റിയിട്ട് പണിയെടുത്ത് വല്ല മെയിൻ്റനൻസ് വരുന്ന വണ്ടിയൊന്നുമല്ല. അതുകൊണ്ട് ആ കാര്യത്തിൽ ഭയമൊന്നും വേണ്ട. അപ്പോൾ മഴ പെയ്തു, ഇനിയിപ്പോൾ കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാൻ കഴിയുന്നില്ല. ക്യാമറയിലേക്ക് വെള്ളം കൈവച്ചിട്ടാണ് ഓടിക്കുന്നത്. അതുകൊണ്ട് അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്ന മാതിരിയാണ് ചെയ്തേക്കുന്നത്. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക്, മഴ പെയ്തു അതുകൊണ്ട് സോറി. ഇപ്പോൾ വേറെ കാര്യങ്ങൾ പറയാനുള്ളത്, ക്യാമറ അതിനെ നനഞ്ഞാൽ നോക്കട്ടെ കേട്ടോ. ഓക്കെ, നനഞ്ഞിട്ടില്ല. അപ്പോൾ ഇതിൽ വേറെ വിഷയങ്ങളൊന്നുമില്ല. ABS ഉണ്ട്. ABS മോഡുലേറ്റർ ഞാൻ പറഞ്ഞ മാതിരി തന്നെയാണ്. പിന്നെ അതിൻ്റെ പ്ലേസ് ചെയ്തേക്കുന്ന സെയിം പൊസിഷനിൽ തന്നെയാണ്. അപ്പോൾ അതിൽ മാറ്റങ്ങളൊന്നുമില്ല. പിന്നെ വണ്ടിൻ്റെ പിക്കപ്പ് എന്ന് പറഞ്ഞാൽ 350 500 ഓടിച്ച ആളുകൾ ഒരിക്കലും 350ലേക്ക് പോകില്ല. അത് യാതൊരു സംശയവുമില്ല. 500 തണ്ടർബേർഡ് വരുന്നുണ്ട്. തണ്ടർബേർഡ് 500 റിവ്യൂ എടുത്ത് കാണിച്ചു തരാം. അടിപൊളി ക്രൂസർ വണ്ടിയാണ് തണ്ടർബേർഡ് 500. അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ ടെറൈൻ, ഇപ്പോൾ റോഡ് വെച്ചിട്ട് ഓടിക്കാൻ ആവശ്യമുള്ള അത്യാവശ്യം നല്ല പവറുള്ള വണ്ടിയാണ്. അത് യാതൊരു സംശയവും വേണ്ട നിങ്ങൾക്ക്. ഇപ്പം 27 സംതിങ് BHP പവർ വരുന്നൊരു വണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല പിക്കപ്പ് ഈ വണ്ടി കിട്ടുന്നുണ്ട്. വേറെ കാര്യങ്ങൾ നോക്കാം. ABSൻ്റെ മോഡുലേറ്റർ നോക്കുക. നിങ്ങൾ ABSൻ്റെ മോഡുലേറ്റർ വരുന്ന ഭാഗത്താണ്, ഇവിടെയാണ് കേട്ടോ. ഈ ഭാഗത്ത് വെള്ളമടിച്ച് കയറാൻ നോക്കിയാൽ മതി. വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. അടുത്തൊരു വീഡിയോ കൂടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.